ഒരു നല്ല പാട്ട് കേട്ടു. പാട്ടുകാരി ആരാന്ന് അറിയാൻ വേണ്ടി വന്നതാ. എന്തിന്? കോംപ്ലിമെന്റ്സ് കൊടുക്കാൻ. എന്നാ ആ പാട്ടുകാരിക്ക് തന്നെ നേരിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാ ഞാൻ ചെല്ലട്ടെ, വീട് ക്ലീൻ ചെയ്യാനുണ്ട്. ഓ, അങ്ങനെ ആയിക്കോട്ടെ. ലോക്കറ്റ് നമ്പർ 5. 5. ഒന്ന് നിർത്തോ. ഹലോ. നീ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തിരുന്നു? മാനേജർ എന്നെ വിളിച്ചിരുന്നു. നിനക്കെന്തിനാ ഇത്രയും വലിയ എമൗണ്ട്? അത് രഘു വിളിച്ചിരുന്നു. അയാൾ നാട് വിട്ടു പോവാത്രേ. കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞു. അവനെന്തെങ്കിലും ഉണ്ടെ എന്നെ വിളിച്ചാ പോരെ, നിന്നെന്തിനാ ശല്യപ്പെടുത്തുന്നു? അത് പിന്നെ നിങ്ങളടുത്ത് ചോദിച്ചാ ആ കാര്യം നടക്കില്ലെന്നറിയാം. ഇതിപ്പം കുറേയായി. എന്താ അവന്റെ ഉദ്ദേശം? അതോർത്ത് നിങ്ങൾ പ്രഷർ കൂട്ടണ്ട. അവന് തലയ്ക്ക് സ്ഥിരതയുള്ളതല്ലാന്നറിയാലോ. കൊടുത്ത് ഒഴിവാക്കുന്നതാ നല്ലത്. പിന്നൊരു കണക്കിന് നോക്കിയാ അഹല്യയ്ക്കും കൂടി വേണ്ടി തന്നെയല്ലേ. ഭർത്താവിന്റെ സ്നേഹം കാണിക്കാൻ കിട്ടിയ അവസരമാണെന്ന് കരുതിയാ മതി. മതി, നിർത്തിക്കോ. ഇതോടെ അവനോട് ആശ്രമം വീട്ടിലേക്കുള്ള വഴി മറന്നേക്കാൻ പറഞ്ഞേ. എന്താ? ചുമ്മാ ഞാനിവിടെ പണിയൊക്കെ എവിടം വരെയായി നോക്കാൻ വന്നതാ. ഇത് താൻ വരച്ചാണോ? ഇതെവിടുന്ന് കിട്ടി? അതൊക്കെ അവിടെ ഇരിക്കട്ടെ, താൻ കാര്യം പറ. അതെന്താ, എനിക്ക് വരയ്ക്കാൻ പാടില്ലേ? എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം. പക്ഷേ എന്റെ ചിത്രം വരയ്ക്കാൻ കാരണം? പ്രത്യേകിച്ചൊന്നുമില്ല. എവിടെ സൗന്ദര്യം കണ്ടാലും എനിക്കിത് ക്യാൻവാസിലേക്ക് പകർത്തണം തോന്നും. കൊള്ളാം. എന്നാ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ചേച്ചി ജോലിക്ക് പോയോ? പോവേണ്ട സമയായി. റെഡിയായി നിൽക്ക. രാവിലെ തന്നെ നല്ല പണിയല്ലേ? ഇവിടെ വന്നപ്പോ തൊട്ട് എനിക്ക് പണിയാ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ ഇതും. ഇത്ര പെട്ടെന്ന് ഞങ്ങളുടെ നാടും എടുത്തോ? ഏയ്, നാടെങ്ങനെ എടുക്കാനാ? എവിടെ നോക്കിയാലും കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകളല്ലേ. പിന്നെന്താ പ്രശ്നം? ആൾക്കാരൊക്കെ ഒരു പ്രത്യേക ടൈപ്പാ. എന്തോ ഒരു വലിയ പണി വരാനുണ്ടെന്ന് മനസ്സ് പറയുന്നു. ഇതിലും വലിയ പണി പിന്നെന്താ വരാനുള്ളേ? മനസ്സിലായില്ല. അല്ല, ഈ വീട് വൃത്തിയാക്കുന്ന പണിയെ ഇത് ഇപ്പോഴെങ്ങാനും കഴിയോ? എവിടുന്ന്? ഇതൊരു അണ്ടകടാകം പോലെ ഇങ്ങനെ കിടക്കല്ലേ. തൽക്കാലം 1-2 മുറി വൃത്തിയാക്കാന്ന് വിചാരിച്ചു. ശരി, ഞാനും കൂടാ. ഇയാള് തന്നെ വിചാരിച്ചാ ഇതൊന്നും കൂട്ടിയാ കൂടില്ല. ഓ, വളരെ സന്തോഷം. ചൂല എവിടെ? ചൂല് ദാ അവിടെ കിടക്കും. എവിടെ? അത് ശരി, ഇതാണല്ലേ നേരത്തെ പറഞ്ഞ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ. സോറി ഫ്രണ്ട്സ്. കൈ എന്താ ഐസ് പോലെ ഇരിക്കുന്നത്? പെൺകുട്ടികളുടെ ശരീരത്തിൽ സാധാരണ ചെറിയ ചൂടല്ലേ? അത് ഞാൻ അലക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇവിടുത്തെ വെള്ളത്തിനെ നല്ല തണുപ്പാ. അല്ല, ഇയാള് കൊള്ളാലോ. പെണ്ണുങ്ങളുടെ ശരീരത്തെ പറ്റി നല്ല ധാരണയല്ലേ? ഏറെക്കുറെ.
സ്ലിപ്പായി പോയി. നന്നായി. മോനെ സാധനങ്ങളൊക്കെ എടുത്തേ പെട്ടിയിലിടാൻ നോക്ക്. ഓ ശരി. ഇതൊക്കെ മുമ്പ് താമസിച്ചിരുന്നവൻ്റെ ആന്നല്ലേ പറഞ്ഞ്? ഫുൾ ആക്രി സാധനങ്ങളാണല്ലോ. കല്ലും ബുക്സും കുന്തവും കുടച്ചക്രവും സകല ഐറ്റംസും ഉണ്ട്. ഹലോ, ഇത് ഏത് ലോകത്താ? അതിങ്ങ് തായി പെട്ടിയടക്കട്ടെ. അതിങ്ങ് തരാൻ. വേണ്ട, ഇതിവിടെ ഇരുന്ന് ശരിയാവില്ല. അല്ല, ഇത്രയും നാൾ ഇവിടെ തന്നെയല്ലേ ഇരുന്നിരുന്നത്? പിന്നെ ഇത് വെറൊരു കല്ലല്ലേ, ബോംബൊന്നും അല്ലല്ലോ. ഇത് വേറൊരു കല്ലല്ല ശാന്തനു, ബോംബിനേക്കാൾ പ്രശ്നം പിടിച്ച ഒന്നാ. ഇത് എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയതാ. എന്ത് പ്രശ്നം? എന്താ ഈ കല്ലിന്റെ പ്രത്യേകത? ഇതൊരു മാജിക് സ്റ്റോൺ ആണ്. മാജിക് സ്റ്റോണോ? എന്ത് മാജിക് സ്റ്റോൺ? ഇതിങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചാ നമുക്ക് ഇഷ്ടമുള്ള ആളുടെ രൂപം സ്വീകരിക്കാൻ പറ്റും. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും തള്ളരുത്. കുറെ കേട്ടിട്ടുണ്ട്. നാഗമാണിക്യം, വെള്ളിമൂങ്ങ, നീലക്കൊടുവേലി, ദേ ഇപ്പൊ മാജിക് സ്റ്റോണും. ഇനി വേറെ വല്ലതുണ്ടോ ഇതുപോലെ എന്തെങ്കിലും? തന്നെയെന്നല്ല, ഒരാളെ എനിക്കിത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ചെയ്തു നോക്കിയാ താനെ മനസ്സിലാവും, ഈ ലോകത്ത് മനുഷ്യന്റെ ചിന്തകൾക്കും യുക്തിക്കും അപ്പുറം മറ്റു പലതും ഉണ്ടെന്ന്. എന്താ, ട്രൈ ചെയ്ത് നോക്കുന്നോ? പിന്നെ ഇങ്ങനൊരു കല്ലുണ്ടെ പിന്നെ എല്ലാം എന്താ എളുപ്പാ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാലോ. ചെയ്യാം. അതല്ലേ ഞാൻ പറഞ്ഞേ, ഇത് ബോംബിനേക്കാൾ പ്രശ്നം പിടിച്ച കല്ലാന്ന്. ചില മനുഷ്യർ അങ്ങനെയാണ് ശാന്തനു. നമ്മുടെ അനുഭവത്തിൽ വരാത്ത ഒന്നും നമ്മൾ വിശ്വസിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ദയവായിട്ടൊരവസരം തരും. മനുഷ്യന്റെ ചിന്തകൾക്കും അപ്പുറമാണ് തൻ്റെ സൃഷ്ടിയെന്ന് കാണിക്കാൻ. അപ്പോൾ ആ അവസരം നമ്മൾ ഉപയോഗിക്കണമെന്ന് മാത്രം. അവസരം ഉപയോഗിച്ചാൽ നമ്മൾ നടക്കില്ലെന്ന് വിചാരിക്കുന്ന പല ആഗ്രഹങ്ങളും നടന്നെന്ന് വരും.